ലുലു മാളിൽ വന്നിട്ട് രാവിലെ തന്നെ ഒരു 4-5 കിലോ ബീഫ് വാങ്ങിച്ചിട്ട് പോകണമെന്ന് കരുതി നേരെ നമ്മുടെ ലുലു മാളിലോട്ട് വച്ച് പിടിച്ചു. നമ്മുടെ ഇവിടെ ഉള്ള ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഇഷ്ടംപോലെ ബ്രോ ഉണ്ട്. അതിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ബ്രോയാണ് ഇതാ നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്താണ് നമ്മൾ സാധാരണ ബീഫ് വാങ്ങിക്കുന്ന സമയത്ത് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ തന്നെയാണ് പുള്ളിക്കാരൻ എല്ലാ സംഭവം ചെയ്തു തരുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം ലുലു മാളിലെ ചിക്കൻ, മട്ടൻ, ബീഫ് എല്ലാത്തിൻ്റെയും നല്ല കിടിലം പ്രൈസ് അപ്ഡേറ്റ്സാണ് ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള നെഗറ്റീവ് കമൻസുകൾ കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനോടൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും 10,000-ലധികം ആൾക്കാർക്ക് ജോലി കൊടുത്തൊരു വലിയ ഒരു സംരംഭമാണ് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാൾ. ആ ട്രിവാൻഡ്രം ലുലു മാളിൽ നമ്മൾ തുടക്കം മുതലും ഏകദേശം 2.5-3 വർഷത്തോളമായി ആ ഒരു സമയങ്ങളിൽ ഏകദേശം 300ഓളം വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ഇഷ്ട ഭക്ഷണമായിട്ടുള്ള നോൺ വെജ്, അതിലും ബീഫാണെങ്കിൽ നമുക്ക് കേരളത്തിൽ മാത്രമേ ഇത്രയും ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങ് നോർത്ത് കേരളോട്ടൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റത്തില്ല. കഴിക്കുന്നതിൻ്റെ കാര്യത്തിൽ അധോഗതിയായിരിക്കും. അപ്പോൾ കേരളത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബീഫ് വളരെ സുലഭമായിട്ട് കഴിക്കാം, വളരെ സമാധാനത്തോടെ കൂടി കഴിക്കാം. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, ആരെയും പേടിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ലുലു മാളിലെ പ്രൈസ് ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3-4 ദിവസമൊക്കെ ലുലു മാളിലെ ആ ഒരു ചിക്കൻ, മട്ടൻ, ബീഫ്, ഡക്കിൻ്റെയൊക്കെ പ്രൈസ് ഏകദേശം സെയിം തന്നെയായിരിക്കും. നല്ല രീതിയിൽ, അതായത് ഹൈജീനിക്കായിട്ട് സെർവ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം നമുക്ക് ലാമ്പിൻ്റെ സെഷൻസൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ലാമ്പൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഒരു കൗണ്ടറാണെങ്കിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കി വാങ്ങിക്കാം. പക്ഷേ അതൊക്കെ ആണെങ്കിൽ കുറച്ച് റേറ്റ് ആയിരിക്കും. ലുലു മാളിലെ നോൺ വെജിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് ആൾക്കാർ പറയുന്നത് ഇതിൻ്റെ ആ ഒരു വേവ്, അതിൻ്റെ കുക്കിങ്ങിന് ഇഷ്ടംപോലെ സമയമെടുക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള റീസൺ എനിക്ക് മനസ്സിലാവുന്നത്, ഇത് ഫുൾ ടൈം ഫ്രീസറിൻ്റെ അകത്താണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കൂളിംഗ് സിസ്റ്റത്തിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ടൈം ഡിലേ ഉണ്ടാകും. പിന്നെ വരുന്ന മെയിനായിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത് ടേസ്റ്റ് ഇല്ല, ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനോട് എനിക്ക് വലിയ രീതിയിലുള്ള യോജിപ്പില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന സംഭവങ്ങളല്ല നാളെ കാണുന്നത്. അത്രത്തോളം നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി സാറ്റർഡേ, സൺഡേ, ഫ്രൈഡേയും അതോടൊപ്പം തന്നെ ഹോളിഡേ ടൈമിലേക്കാണെങ്കിൽ നല്ല സെയിൽ നടക്കുന്ന ഒരു സെഷനാണ് നോൺ വെജ് സെഷൻ. അപ്പോൾ ട്രിവാൻഡ്രം ലുലു മാളിലെ നോൺ വെജ് സെഷനിലെ ആ ഒരു ചിക്കൻ, മട്ടൻ, ബീഫ്, ഡക്കിൻ്റെയൊക്കെ ആ ഒരു സെഷനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ഈ ഒരു ചിക്കൻ്റെ സെഷനിലാണെങ്കിൽ ഡ്രം സ്റ്റിക്ക് എന്നുള്ള ഒരു സെഷനുണ്ട്, അതായത് കോഴിയുടെ കാല്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെയധികം ഹൈലൈറ്റ് ആകുന്ന ഒരു സെഷനായതിൻ്റെ പേരിൽ ആ ഒരു ഡ്രം സ്റ്റിക്കിന് നല്ല രീതിയിലുള്ള ഒരു തിരക്കുണ്ടായിരുന്നു. 150-200 ആ ഒരു റേറ്റൊക്കെ അനുസരിച്ചിട്ടാണ് സീസൺ അനുസരിച്ചിട്ടൊക്കെ മാറുന്നത്. ഞാനും സാധാരണയായിട്ട് വരുന്ന സമയത്ത് 1 kg ഡ്രം സ്റ്റിക്ക് വാങ്ങിച്ചിട്ടും ഏകദേശം 10 അടുപ്പിച്ചിട്ടോളം പീസസാണ് ഈ കിട്ടും. അത് ഫ്രൈ ചെയ്ത് കുട്ടികൾക്ക് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിള്ളേർ വളരെയധികം ഇൻട്രസ്റ്റിങ്ങോട് കൂടി കഴിക്കും. ഫിഷ് ഐറ്റംസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരച്ചൂരയുണ്ട്, സാദാ ചൂരകളും നെയ്മീൻ ചൂരകളും എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില സമയത്താണെങ്കിൽ നിങ്ങൾക്കത് പ്രൈസ് കുറച്ച് കൂടുതലായിട്ട് തോന്നാം. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. മേ ബി ഇതുപോലുള്ള ഒരു സംരംഭത്തിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സ്ഥാപനത്തിലാണെങ്കിൽ സെയിൽ ചെയ്യുന്നതുണ്ടാകുന്ന അതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രൈസിൻ്റെ ഒരു ഡിഫറൻസാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇഷ്ടംപോലെ ഫിഷിംഗ് മാർക്കറ്റ്സുകളുണ്ട്. പക്ഷേ നമ്മുടെ ഫിഷിംഗ് മാർക്കറ്റ്സിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നല്ല രീതിയിൽ, അതായത് ഹൈജീനിക്കായിട്ട് സെർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് നല്ല രീതിയിൽ ഫിഷ് കിട്ടുന്നുണ്ട്, പക്ഷേ ഹൈജീനിക്കായിട്ട് സെർവ് ചെയ്യേണ്ട ഒരു സാഹചര്യം സർക്കാർ ഉണ്ടാക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെയും ഒരു കടമ തന്നെയാണ്. എസ്പെഷ്യലി ഫിഷ് സെയിൽ ചെയ്യുന്ന ആൾക്കാരും ഫിഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ കുറച്ച് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി നല്ല ഒരു അവബോധത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹൈജീനിക്കായിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലുലു മാളിലെ ആ ഒരു ഫിഷിംഗ് സെഷൻസിൽ എന്തൊക്കെ മീനുകളുണ്ട് എന്നുള്ളതാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെർ kg റേറ്റും അതോടനുബന്ധിച്ചിട്ടുള്ള റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ നോൺ വെജ് സെഷൻസിനും റോ ഐറ്റംസുകളും അതോടൊപ്പം തന്നെ മസാല ഇട്ടിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് ഗൈസ്.
അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആവുന്ന വീഡിയോസുകൾ നമ്മൾ വരും എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യും. അതുവരെയ്ക്കും സൈനിങ് ഓഫ് ബൈ യുവർ മിഗ്ദാദ് മിക്കുറോഖ്. ബൈ 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 ബൈ.